ഹായ്, പുതിയ വീട്ടിൽ ചേർത്ത് ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഞാൻ കഴിഞ്ഞ വീഡിയോ നാല് വീഡിയോ ആയിട്ടിട്ടാണ്, വലിയ വീഡിയോ ആണ്. അത് ഇവർ ഒറ്റ ഡൗൺലോഡിൽ കാര്യങ്ങൾ സാധിക്കേണ്ട 4 ഡൗൺലോഡിൽ കാര്യങ്ങൾ സാധിച്ചിട്ട് ഷെയർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് 4 വീഡിയോകളായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് വീഡിയോ 11 മണിക്കാണ്. ഇപ്പോൾ 11:10 എന്തായാലും ഇത് എനിക്ക് തോന്നുന്നു നാളെ രാവിലെ ഇടാം അല്ലേ. അപ്പോൾ നാളെ രാവിലെയാണ് ഈ വീഡിയോ പബ്ലിക്കായിട്ട് കാണാൻ സാധിക്കുക. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ നേരത്തെ ഗ്രൂപ്പിലൊക്കെ കളിയാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തോ സിക്കന്ദർ സിംഗ് ആണോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മൾ തന്നെ പറയേണ്ടി വന്നിരിക്കുന്നു ആരാണ് പുതിയ കോമ്പീറ്റൻ്റ് അതോറിറ്റി എന്ന്. പുതിയ കോമ്പീറ്റൻ്റ് അതോറിറ്റിയായി അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ ബിശ്വനാഥ് സിൻഹ ആണ് ചാർജ് എടുത്തിരിക്കുന്നത്. അദ്ദേഹം അവിടെ ബിശ്വനാഥ് സിൻഹ IAS ആണ് ചാർജ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉത്തരവ് ഇറങ്ങിയിരുന്നത് മിഞ്ഞാന്നാണ്. ഇന്നലെയോടുകൂടിയാണ് ഗസറ്റിൽ ഇത് പബ്ലിഷ് ആയിരിക്കുന്നത്. അപ്പോൾ ഇന്നെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അപ്പോൾ നിങ്ങൾ കണ്ടെത്തുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പേര് മാറ്റി പറഞ്ഞതും നിങ്ങൾ ഇനിയെങ്കിലും കണ്ടെത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെങ്കിൽ നിങ്ങൾ ആ തെറ്റായ പേര് തന്നെയാണ് ഇപ്പോഴും പ്രചരിപ്പിക്കുന്നത് എന്നത് വളരെ ലജ്ജാകരമാണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരവുകൾ നിങ്ങൾക്കും സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. 2019 ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീംസ് ആക്ടിലെ 7ാം വകുപ്പ് 1ാം ഉപവകുപ്പ് പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ചുകൊണ്ടും 2020 സെപ്റ്റംബർ 25 GOP നമ്പർ 82/2020 ആഭ്യന്തരം നമ്പറായി പുറപ്പെടുവിച്ചതും SRO നമ്പർ 619/2029 ആയി 2020 സെപ്റ്റംബർ 28 കേരള അസാധാരണ ഗസറ്റിൽ 2790 നമ്പറായി പ്രസിദ്ധീകരിച്ചിട്ടുമായ വിജ്ഞാപനം അതിലംഘിച്ചുകൊണ്ടും കേരള സർക്കാർ പ്രസ്തുത ആക്ട് പ്രകാരമുള്ള അധികാരങ്ങൾ വിനിയോഗിക്കുവാൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ശ്രീ വിശ്വനാഥ് സിൻഹ IASനെ കോമ്പീറ്റന്റ് അതോറിറ്റിയായി ഇതിനാൽ നിയമിക്കുന്നു എന്ന് ചീഫ് സെക്രട്ടറിയാണ് ഗവർണറുടെ ഉത്തരവിൻ പ്രകാരം ചീഫ് സെക്രട്ടറിയാണ് ഒപ്പുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ആൾറെഡി ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ വിജിലൻസ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. മൂന്നാമതായാണ് കോമ്പീറ്റന്റ് അതോറിറ്റിയുടെ പവറും കൂടി ഇദ്ദേഹത്തിലേക്ക് വരുന്നത്. എന്തായാലും കഴിഞ്ഞ കോമ്പീറ്റന്റ് അതോറിറ്റിയേക്കാൾ സൂപ്പർ പവറാണ് ഇദ്ദേഹം എന്ന് പിന്നെ ഉറപ്പാണ്. ഇദ്ദേഹത്തിന് 3 പ്രധാനപ്പെട്ട ചാർജുകൾ ആഭ്യന്തരം, വിജിലൻസ്, ബഡ്സിൻ്റെ കോമ്പീറ്റന്റ് അതോറിറ്റി ചാർജും കൂടി ഇദ്ദേഹത്തിനുണ്ട് എന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി കളികളൊക്കെ വേറെ ലെവലിലായിരിക്കും. കേസ് എടുക്കാതിരിക്കുന്നതും മറ്റുമായ കാര്യങ്ങൾക്ക് ഒരു പരിധിവരെ ഇടപെടൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ, രണ്ടാമത്തെ കാര്യം ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈറിച്ചിലെ നിക്ഷേപകർക്ക് വളരെ സന്തോഷകരമായുള്ള ഒരു വാർത്തയാണ്. അതുപോലെ തന്നെ ലീഡർമാർക്ക് വളരെ മോശപ്പെട്ട ഒരു വാർത്തയും കൂടിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PMLA കോടതി നമ്മുടെ ആദ്യ കുറ്റപത്രത്തിൻ്റെ ആദ്യത്തെ ഹിയറിങ് തീരുമാനിച്ചിരിക്കുകയാണ്. അത് 26-ാം തീയതിയാണ് എന്നുള്ളതാണ്. 26-ാം തീയതിയാണ് ഈ ഒരു കേസിലെ ആദ്യത്തെ ഹിയറിങ്. കുറ്റപത്രം 11,500 പേജുള്ള കുറ്റപത്രത്തിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും തന്നെ ഇതിൽ പ്രതികളായ 33-36 ആൾക്കാർക്ക് ഇത് അയച്ചിട്ടുണ്ട്, സമൻസ് അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കോടതിയുടെ മുമ്പാകെ വരുന്നു 26-ാം തീയതി. അപ്പോൾ ഇത് എങ്ങനെയാണ് നിക്ഷേപകർക്ക് സന്തോഷമുണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേസിൽ EDയുടെ കേസിൽ ഇതുവരെ ക്ലെയിം പെറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിടിച്ചെടുത്ത പണത്തിൽ
എൻ്റെയും കൂടി പണമുണ്ട്, അതെനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞിരിക്കുന്ന പെറ്റീഷൻ, ക്ലെയിം പെറ്റീഷൻ ഇടാൻ വൈകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കേസ് നമ്പർ ഇട്ടിട്ടില്ല, കേസിൻ്റെ പ്രതികൾക്ക് കുറ്റപത്രം കൈമാറിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ക്ലെയിം പെറ്റീഷൻ വൈകുന്നത്. അപ്പോൾ അത് 26-ാം തീയതിക്ക് ശേഷം ക്ലെയിം പെറ്റീഷൻ നൽകാൻ സാധിക്കുമെന്നുള്ളതാണ് പുതുതായിട്ടിരിക്കുന്ന വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ, ഫയലിംഗ് നമ്പർ 5/2024 രജിസ്ട്രേഷൻ നമ്പർ 2404 2024 രജിസ്ട്രേഷൻ ഡേറ്റ് 10/9. അപ്പോൾ കേസ് സ്റ്റാറ്റസ് പെൻഡിങ്, റിട്ടേൺ ഓഫ് സമൻസ് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇത് സ്പെഷ്യൽ CBI 2 PMLA അഡീഷണൽ ഡിസ്ട്രിക്ട് കോർട്ട് 4 ആണ് ഇവരുടെ കോർട്ടായിട്ട് വരുന്നത്. നമുക്ക് എന്തായാലും എറണാകുളം പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ വീക്ഷിക്കാനുള്ള ഭാഗ്യമില്ല എന്ന് വേണം പറയാം. എന്തായാലും ഈ ഒരു കോർട്ടിലെ ലൈവ് കാണാൻ സാധിക്കില്ല എന്ന് തോന്നുന്നു, പബ്ലിക്കായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ എന്തായാലും വളരെ സന്തോഷകരമായ ദിവസമാണ് ഇന്ന്. ബഡ്സിൻ്റെ കാര്യത്തിൽ പുതിയ കോമ്പിറ്റൻ്റ് അതോറിറ്റി നിയമിതരാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ PMLA കേസിൽ ഫസ്റ്റ് ഹിയറിംഗ് ഡേറ്റ് പുറത്തേക്ക് വരുന്നു എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 22/10 ഇതുപോലെ തന്നെ ഹൈറേഞ്ചിൻ്റെ EDയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവരുടെ പിടിച്ചെടുത്ത 212 കോടി ട്രിബ്യൂണലിൻ്റെ വിധി അന്നുണ്ടാവും, ആദ്യ ഹിയറിംഗ് അന്നുണ്ടാവും. അപ്പോൾ അന്ന് തന്നെ തീരുമാനമുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈ.